ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രട്ടീസിൻ്റെ വീടിന് മുൻപിൽ ഏകദേശം 2400 വർഷം പഴക്കമുള്ള ഒലിവ് മരമുണ്ട്. ഒരു ഗ്രീക്ക് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ മരം വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്നു. വളരെ വലിയ താഴ്ത്തടി ഈ മരത്തിനുണ്ടെങ്കിലും അകം പൂർണ്ണമായും പൊള്ളയാണ്. ചെറിയ അളവിൽ മാത്രം ഇലകളുള്ള ഈ മരത്തിൽ കായ്കളും വളരെ കുറവാണ്. എന്നു പറഞ്ഞാൽ ഈ മരം അവിടെ നിന്നതുകൊണ്ട് തണലോ തൃപ്തിയോ ആർക്കുമുണ്ടാകുന്നില്ല. എന്നാൽ ഹിപ്പോക്രട്ടീസിൻ്റെ കാലം മുതൽ ഉള്ളതാണെന്ന കാരണത്താൽ അതവിടെ നിൽക്കുകയാണ്. മറ്റനേകം നിറഞ്ഞ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒലിവ് മരങ്ങളുണ്ടെങ്കിലും ഈ മരത്തിനാണ് പ്രാധാന്യം. ആ പഴയ മരത്തെ ഇപ്പോഴും ഒലിവ് മരമെന്നാണ് വിളിക്കുന്നത്. പേരിൽ ഒലിവ് മരമാണ്, എന്നാൽ പ്രവർത്തനത്തിലും ഗുണത്തിലും ഫലത്തിലും ഒലിവിൻ്റെ സ്വഭാവങ്ങളെല്ലാം നിന്നിരിക്കുന്നു. ഇപ്പോഴും സന്ദർശകർക്കിഷ്ടം മങ്ങിയ ചരിത്രത്തിൻ്റെ പുരാതന പാരമ്പര്യം പേറുന്ന ഈ ഒലിവ് മരത്തെ തന്നെയാണ്. പാരമ്പര്യം ഒരാൾക്കോ ഒരു പ്രസ്ഥാനത്തിനോ ജീവൻ നൽകുന്നില്ല. മനുഷ്യർക്ക് സൗഖ്യം വരുവാനും ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകുവാനും ജീവൻ്റെ തുടിപ്പ് ആവശ്യമാണ്. നോക്കുകുത്തികളാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ വീരകഥകളും മുൻകാല പാരമ്പര്യവും പറഞ്ഞ് നാം അഭിമാനിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്നും ജീവൻ്റെ പുതുക്കമാണ് ആഗ്രഹിക്കുന്നത്. വ്യർത്ഥ പാരമ്പര്യവും ജീവനില്ലാത്ത ആചാരങ്ങളും നമുക്ക് ഗുണവും ജീവനും നൽകുന്നില്ല. മാറ്റം വരുത്തുന്ന നന്മയുടെ വിത്തുകൾ പാകുവാനാണ് ദൈവം നമുക്ക് തൻ്റെ ശക്തി പകർന്നിരിക്കുന്നത്. ഒരിടത്തും എത്താത്ത ജീവനില്ലാത്ത വഴികളായി നാം മാറരുത്. സ്നേഹവും മനസ്സലിവും ആർദ്രതയും ഇല്ലാത്തവരായി നാം നീങ്ങുമ്പോൾ പാരമ്പര്യത്തെ നമുക്ക് നിലനിർത്താം. എന്നാൽ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പുവാൻ സാധിക്കുകയില്ല. സൗഖ്യം നൽകാത്ത വൈദ്യശാസ്ത്രവും കണ്ണുനീരൊപ്പാത്ത അഭയകേന്ദ്രങ്ങളും ജീവൻ നൽകാത്ത വിശ്വാസവും പുതുക്കം നൽകാത്ത ജ്ഞാനവും ഒരു സമൂഹത്തെ പണിയുകയില്ല. നമുക്കാവശ്യം രൂപാന്തരമാണ്. മനുഷ്യനാവശ്യം ആന്തരിക വിടുതലാണ്. ജീവനില്ലാത്ത ഒലിവ് മരങ്ങളാകുവാനല്ല, സൗഖ്യമാക്കുന്ന ഒലിവുകളാകുവാൻ നമുക്ക് ജീവൻ സ്വീകരിക്കാം. സദൃശവാക്യം 8:34. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്കു കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.